സോ ഹലോ ഗൈസ്, കുറേ നാളായി ഒരു വ്ളോഗ് ചെയ്തിട്ട്. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ട്രയംഫിൻ്റെ ഫാക്ടറി വിസിറ്റ് എക്സ്പീരിയൻസിലാണ്. ഞാനൊന്ന് ഇന്നൊരു ആവശ്യമായിട്ട് വന്നതാണ്, പക്ഷേ ഇന്നിവിടെ കുറേ കാണാനുണ്ട്. ഇതിപ്പോൾ ചിലപ്പോൾ ഒരു റീൽസായിട്ട് തീരത്തില്ല, നമുക്ക് 2 റീൽസൊക്കെ ആയിട്ട് ചെയ്യേണ്ടി വരും. സോ നമുക്ക് കാണാം. കയറുമ്പോൾ തന്നെ ട്രയംഫ് ഫാക്ടറി വിസിറ്റ് എക്സ്പീരിയൻസ്. അവിടെ ഒരു കഫറ്റീരിയ ഉണ്ട്, ഇവിടെ അങ്ങോട്ട് കുറേ റേഞ്ചസ് ഉണ്ട്. കയറി വരുമ്പോൾ തന്നെ നമ്മുടെ ജെയിംസ് ബോണ്ടിൽ യൂസ് ചെയ്ത അതേ സെയിം വണ്ടി, ആക്സിഡൻറ്റിന് പറ്റിയ ചളക്കമൊക്കെ കാണാൻ പറ്റും. ഇവിടെ അങ്ങനെ പല പല ഓപ്ഷൻസ് ഉണ്ട്. ദാറ്റ്സ് കഫേ. നമുക്ക് പേർച്ചേസിനുള്ള ഓപ്ഷൻസ് ഉണ്ട്. കിട്ടില്ല അല്ലേ? ട്രയംഫ് 007 വേരിയൻറ്റ് ടൈഗർ. ഇത് ഞാൻ പണ്ട് ചെയ്ത ഒരു പെയിൻറ്റ് ജോബ് പോലെ തോന്നുന്നുണ്ട്. ഡ്യൂക്ക് ഓഫ് കാംബ്രിഡ്ജ് ട്രയംഫിൻ്റെ ഒറിജിനൽ പെയിൻറ്റ് ജോബ്. ട്രയംഫിൻ്റെ പഴയ വണ്ടി. ഐ തിങ്ക് ഇതാണ് അവരുടെ ഫസ്റ്റ് പ്രോട്ടോടൈപ്പ്. 1901 ചെയ്തതാണ് ട്രയംഫ്. പുതിയ ടൈഗർ. ഇവിടെ അവരുടെ എല്ലാ മോഡൽസും അവർ ചെയ്തിട്ടുണ്ട്. നമുക്ക് 1 by 1 കാണാം. പ്രോട്ടോടൈപ്സ് ഉണ്ട്. സ്ക്രാംബ്ലറിൻ്റെ പ്രോട്ടോടൈപ്പ്. എല്ലാം വളരെ ക്ലീൻ കണ്ടീഷനിലാണ് ഇവിടെ ഇരിക്കുന്നത്. എൻ്റെ ഓഡിയോ എത്രയും കേൾക്കും എന്നറിയത്തില്ല, ബട്ട് ഇറ്റ്സ് എ ലോട്ട് ഓഫ് എ വ്യൂ, എ ലോട്ട് ഓഫ് ബൈക്സ്, ലോട്ട് ഓഫ് കളേഴ്സ്. നമ്മൾ നടക്കുന്നതിനിടയ്ക്ക് തന്നെ അവരുടെ ഒരു പ്രൊജക്റ്റഡ് ടൈപ്പ് ഓൺ ദ ഫ്ലോർ. എനിക്കൊന്ന് സ്പീഡോമീറ്ററാണ്. ഹെഡ്സെറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഇത് വെച്ചിട്ട് എനിക്ക് വണ്ടിയുടെ റെവ് റേഞ്ചും കാര്യങ്ങളും അല്ലെങ്കിൽ അവരുടെ ഹിസ്റ്ററി എന്തോ ആണ്. ഐ തിങ്ക് അവരുടെ ഹിസ്റ്ററിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 2020 എന്നൊക്കെ കൊടുത്തിട്ട് എന്തായാലും കൊള്ളാലോ. ഇത് നമ്മുടെ ട്രയംഫിൻ്റെ പഴയ ടൈഗർ. കാണാൻ നല്ല രസമല്ലേ? പിന്നെ ഡേറ്റോണ. എൻ്റെ അമ്മോ, പഴയ ഡേറ്റോണാസാണ്. പല ഇയറിലെയാണ്. 1995 വണ്ടിയാണിത്. 1991 ഇത് പഴയ സ്പീഡ് ട്രിപ്പിൾ. ആ ജിന്നിൽ തന്നെ വന്ന് ഡേറ്റോണ. രക്ഷയില്ല ബൈക്ക്. ടൈഗർ 100 പഴയ ടൈഗർ. സം സ്പീഡ് കേസിംഗ് റേസിംഗ് സെക്ഷനിൻ്റെ ആണ്. എൻ്റെ മോനെ കഫേ റേസർ. ഇതും ഡേറ്റോണ 500 എന്നാണ് വണ്ടിയുടെ പേര്. 600 ഡേറ്റോണ 675. ഇത് ക്രേഗ് ജോൺസ് എന്ന് പറഞ്ഞ പുള്ളി യൂസ് ചെയ്ത വണ്ടിയാണ് റേസിംഗ്. ഡേറ്റോണാസിൻ്റെ ആ ഒരു എവല്യൂഷൻ റേസിംഗ് യൂസ് ചെയ്തിട്ട് ആ ഒരു പാടുകൾ തൊട്ട് എല്ലാം സെയിം ബൈക്ക്, എക്സാക്ട്ലി സെയിം ബൈക്ക്. ഇതാണ് പിന്നെ നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു എഡിഷൻ. അത് വരുമ്പോഴത്തേക്ക് നമ്മുടെ 2015 എഡിഷൻ. 2015-16 കഴിഞ്ഞ് പിന്നെ വണ്ടി പ്രൊഡക്ഷൻ ഉണ്ടല്ലോ. ലേറ്റസ്റ്റ് ഏറ്റവും ലാസ്റ്റ് വന്ന ഡേറ്റോണയാണിത്. ആൻഡ് ഹിയർ ഇറ്റ്സ് സംതിങ് ഡിഫറെൻറ്റ്. ഈ ഒരു സംഭവം നിങ്ങളാരും കണ്ടു കാണാൻ വഴിയില്ല. ട്രെയിൽ ഓഫ് സ്ട്രെങ്ത്. ട്രയംഫിൻ്റെ ലാൻഡ് സ്പീഡ് റോക്കറ്റ് സ്ട്രീം ലൈനർ. ഇതിൻ്റെ ചെറിയ മിനിയേച്ചർ ഇതാണ്. ഇങ്ങനെയാണ് വണ്ടി ഇരിക്കുന്നത്. പക്ഷേ അതിൻ്റെ ഫുൾ കാർബൺ ഫൈബർ ബോഡി, ട്രാക്ക് ടയേഴ്സ്, F1 പോലെ നമ്മൾ ആ ഒരു കോക്പിറ്റ് ഫുള്ളി ഒരു റോക്കറ്റ് തന്നെ. പക്ഷെ ഇത് 2 വീൽസ് ഉള്ളു കേട്ടോ അതിന്. ഇതിൻ്റെ എൻജിൻ സൈഡ് നോക്കുമ്പോഴത്തേക്ക് എനിക്കൊന്ന് 2 എൻജിനാണെന്ന് കൊടുത്തേക്കുന്നത്. ഒരു എൻജിൻ, ഇവിടെ ഒരു എൻജിനുണ്ട്. ഈ 2 എൻജിൻസ് ഇവിടെ. ടർബോ. 2 ടർബോ. കൊള്ളാലോ വണ്ടി. ഇതിൻ്റെ ഫർദർ ഡീറ്റെയിൽസ് എന്ന് പറയുമ്പം 2 ടർബോ ചാർജ്ഡ് 1485 cc ട്രിപ്പിൾ എൻജിൻസ്. 1000 ഹോഴ്സ് പവർ ആണ് ഈ സാധനം മേക്ക് ചെയ്യുന്നത്. 1000 ഷിറ്റ്. കൊള്ളാലോ വണ്ടി. പിന്നെ ഇവിടെ കുറേ ഫിലിംസിൽ യൂസ് ചെയ്തേക്കുന്ന ട്രയംഫിൻ്റെ വണ്ടി ഇവിടെ ഷോക്കേസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നേക്കുന്ന വണ്ടികളൊക്കെ അത് കാണാം. ഓരോ മൂവീസിൻ്റെ ഇങ്ങനെ ഉണ്ടാവും. അതെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡോക്ടർ ഹൂ എന്ന് പറഞ്ഞ സിനിമയിൽ യൂസ് ചെയ്തേക്കുന്നു. അതേപോലെ ദ ഹിറ്റ്മാൻസ് ബോഡി ഗാർഡ് എന്ന് പറഞ്ഞ സിനിമയിൽ യൂസ് ചെയ്തേക്കുന്ന സ്പീഡ് ട്രിപ്പിൾ ആണ്. സ്ട്രീറ്റ് അല്ല. ഇത് നിങ്ങൾക്ക് മിക്കവാറും അറിയായിരിക്കും. ഹോപ്സ് ആൻഡ് ഷോ ഫിലിമിൽ യൂസ് ചെയ്ത വണ്ടിയാണ്.
ദാറ്റ് സെയിം എക്സാക്ട് ബൈക്ക് മിഷൻ ഇമ്പോസിബിൾ 2 യൂസ് ചെയ്ത ബൈക്കാണ്. ആൻഡ് ഹിയർ ഈ വണ്ടി ഡാനിയൽ ക്രെയ്ഗ് ഓൺ ചെയ്യുന്നതാണ്. 007 ജെയിംസ് ബോണ്ട്. നമുക്കിനി മുകളിലിതാ ഫാക്ടറിയുടെ കുറേ സംഭവങ്ങളുണ്ട്, മുകളിൽ നോക്കാം. ആ ശെന്ന മോനെ, ഇവരുടെ വെയർ ഹൗസിൽ കയറിയപ്പം കണ്ട വെയർ ഹൗസ് ജസ്റ്റ് ഒരു ഡെമോൺസ്ട്രേഷൻ ആണെന്ന് തോന്നുന്നു. ഇതല്ല പ്ലാന്റ് ശരിക്കും, ആക്ച്വലി കുറേ ഉണ്ട്, അപ്പുറത്തോട്ട് കുറേ ഉണ്ട്. ഇതെങ്ങനെയാണ് അവർ വണ്ടികൾ ടൈപ്പ് ചെയ്യുന്നത്, ലൈക്ക് ക്രേറ്റിലാക്കുന്നത്, പല അവരുടെ എക്യുപ്മെന്റ്സ് സംഭവങ്ങൾ, വണ്ടി സ്റ്റാക്ക് ചെയ്തേക്കുന്നത്, ഇതെല്ലാം ടയേഴ്സും പാർട്സും എല്ലാം ഇങ്ങനെ ലെവലിൽ സ്റ്റാക്ക് ചെയ്തേക്കുന്നതുണ്ടോ. നമ്മൾ ഇതാ ട്രയംഫിൻ്റെ പല പല സെക്ഷൻസാണ്. പഴയ ബോർഡുകളൊക്കെ കാണാം, പഴയ ലോഗോസ്. നമ്മൾ ഫ്ലോർ 2 വന്നിരിക്കുകയാണ്. ഇവിടെ എന്തൊക്കെയാണ് നോക്കാം. ആൻഡ് ഇത് വഴി തുടങ്ങണമെന്നൊരു ഐഡിയ ഇല്ല, പക്ഷെ ഇത് കുറേ ഉണ്ട്, നോക്കാം. ഒരു വണ്ടിയിൽ പോയേക്കുന്ന എല്ലാ കമ്പോണൻസും ഇവർ ഇന്നത്തെ കൊടുത്തിട്ടുണ്ട്. നട്ട് സ്ക്രൂ ഒന്നുമില്ല, ബട്ട് മെയിൻ കമ്പോണൻസ് എല്ലാം കിടുമല്ലേ. ലൈക്ക് ടാങ്ക്, സിംഗിൾ സൈഡഡ് സ്വിംഗ് ആം, പാർട്ട് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. സസ്പെൻഷൻ സിസ്റ്റംസ്, കേസിങ്സ്, എൻജിൻ, സിലിണ്ടർ ബ്ലോക്സ്, പിസ്റ്റൻസ്, ക്രാങ്ക് ഷാഫ്റ്റ്, ലൈക്ക് കണക്റ്റിംഗ് റോഡ്സ്, കാര്യങ്ങൾ, വാൽവ്, എക്സോസ്റ്റ് സിസ്റ്റം എങ്ങനെയാണ് പോയേക്കുന്നത് എല്ലാം. ഇതാ ഹോൾ വണ്ടിയുണ്ട്. നല്ല രസമാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ കാണാൻ. ഹിയർ വി ഹാവ് ടൈഗർ, പുതിയ ടൈഗറാണ്. ഓരോരോ റൈഡർ റീഡ്സ് കാര്യങ്ങൾ സംഭവം, അതായത് ഫ്രെയിം സ്ട്രക്ചേഴ്സ്, എവല്യൂഷൻ, എൻജിൻസ് കാണിക്കുന്നുണ്ട്. ഇതാ റോക്കറ്റിൻ്റെ നമ്മുടെ ഏറ്റവും കൂടുതൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഉള്ള, ഏറ്റവും പവർഫുൾ, ഏറ്റവും കൂടുതൽ ഡിസ്പ്ലേസ്മെൻ്റ് ഉള്ള പ്രൊഡക്ഷൻ ബൈക്കാണ് ട്രയംഫിൻ്റെ റോക്കറ്റ്. അറൗണ്ട് 3500 cc ആ ഒരു റേഞ്ചാണ്. ഇതതിൻ്റെ ഡിസൈനാണ്, ക്ലേ ബാറിൽ അവർ ചെയ്തെടുത്തേക്കുന്നതാണ്. ട്രയംഫ് ഇന്ത്യ, ഇവർക്ക് ഫാക്ടറീസ് ആകെ കുറച്ചിടങ്ങളേ ഉള്ളൂ. മെയിൻ ഫാക്ടറിയാണ് ഹിങ്ക്ലി, ഇപ്പം ഞാൻ നിൽക്കുന്നത് ഫാക്ടറി 1. പിന്നെ സ്റ്റോക്ക് ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട്. ട്രയംഫ് ബ്രസീലുണ്ട്, ചെറിയൊരു ഫാക്ടറി ഉണ്ട്. പിന്നെയുള്ളത് തായ്ലൻഡിലാണ്. പിന്നെ അതാ ഇന്ത്യ. ഇത് നമ്മുടെ റോക്കറ്റിൻ്റെ ഒരു സെക്ഷൻ്റെ വ്യൂ ആണ്. ഫുൾ അവർ കട്ട് ചെയ്ത് ഓപ്പൺ ചെയ്ത് നമുക്ക് എന്താണ് അതിനകത്തുള്ളതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. എസ്പെഷ്യലി ഇതിൻ്റെ ഡ്രൈവ് ട്രെയിൻ വളരെ രസം, നല്ല രസമാണ് കാണാൻ. പ്ലീസ് ലവ് ദ പെയിൻറ്റ് ജോബ്സ് ദേ ഡു. കസ്റ്റം പെയിൻറ്റ് ജോബ്സ് നമ്മുടെ ഫീൽഡ് ചെയ്തേക്കുന്ന വർക്ക് ഒരു രക്ഷയില്ല. സി പല പല വർക്ക്സ്. കാർബൺ ഫൈബർ ടാങ്കാണ് നമ്മൾ കാണുന്നത്. ഒരു ഒരു കസ്റ്റം ബിൽഡാണത്. യു കെൻ സീ സെവറൽ സെക്ഷൻസ് ഹിയർ, കമ്മ്യൂണിറ്റീസ്, ബൈക്സ്. ദിസ് വൺ നമ്മൾ ദൂരെ നോക്കുമ്പോൾ ഒന്നും മനസ്സിലാവില്ല, പക്ഷേ കുറേ ഉണ്ട് കാണാൻ. നമുക്ക് വണ്ടി പ്രാന്തന്മാരായതുകൊണ്ട് ഇങ്ങനെയൊന്നും ഇറങ്ങി പോകില്ല. അവരുടെ ഒക്കെ പറഞ്ഞൊരു 10-15 മിനിറ്റ് കാണാനുള്ള ഉണ്ടെന്നാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞു 10-15 മിനിറ്റ് അല്ല, നമുക്ക് അതിൽ കൂടുതൽ കാണാനുള്ളതുണ്ട്. ശരി, ബ്ലഡി പെയിൻറ്റ് ഓൺ. നോർമൽ ബൈക്കിംഗ് സെക്ഷൻസും, ട്രക്സ്റ്റൺ സീരീസ്, ക്ലാസിക് സീരീസ്, അവരുടെ ആക്സസറീസ്, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പ്രൊഡക്ട്സ്. ബട്ട് ഈ സാധനം ഇതൊരു വെറൈറ്റി വണ്ടിയാണ്. കാർബൺ ഫൈബേഴ്സ്, കാർബൺ ടാങ്കും കാർബണാണ്. കാർബണിനകത്തൊരു പെയിൻറ്റ് ജോബ് അവർ ചെയ്തിട്ടുണ്ട്. ഹെഡ് ലാമ്പിൻ്റെ ആ ബൗളിൽ കാർബണാണ്. സ്റ്റഡി റിംസ്, കൊള്ളാലോ വണ്ടി. യു ആർ ഡ്രിവൻ ടു മേക്ക് ദ ബെസ്റ്റ് മോട്ടോർ സൈക്കിൾ ഇൻ ദ വേൾഡ്. ഒരേ ശീലം കേട്ടോ. ഒരു സെക്ഷനിലോട്ട് നമ്മൾ കയറിയിരിക്കുകയാണ്. ഈ വണ്ടിയൊക്കെ കിട്ടുന്നുണ്ടോ? താഴോട്ട് മുകളിൽ വഴിയൊക്കെയാണെന്ന് തോന്നുന്നു. ട്രയംഫ് മോട്ടോർ സൈക്കിൾ കുറച്ചുകൂടെ എന്തൊക്കെയുണ്ട്. എൻ്റെ മോനെ, കാർബൺ ഫൈബർ മോട്ടോ 2 ടേറ്റോണ. ഈ വണ്ടിയിലാണ് അവർ മോട്ടോ 2 റേസിന് വേണ്ടിയിട്ടുള്ള എൻജിൻസ് അവർ ഡെവലപ്പ് ചെയ്തത്. മോട്ടോ 2ന് വേണ്ടിയിട്ടുള്ള എൻജിൻസാണ് ഇതിനകത്ത് നിന്ന് പോകുന്നത്. ടേറ്റോണ രക്ഷയില്ല. ഇറ്റ്സ് ക്ലോസ് വ്യൂ. ഫുള്ള് കാർബൺ ഫൈബറാണ്. ടാങ്ക് എനിക്കൊന്ന് മെറ്റലാണെന്ന് തോന്നുന്നു, ബാക്കിയെല്ലാം കാർബൺ ഫൈബേഴ്സാണ് ആണെന്ന് തോന്നുന്നു. മുകളിലോട്ട് നമുക്ക് ആക്സസ് ഇല്ല. എനിക്ക് കാർഡ് തന്നായിരുന്നു, പക്ഷേ കാർഡിന് ആക്സസ് ഇല്ലെന്നാണ് തോന്നുന്നത്. അവർ റോപ്പ് ഇട്ട് വെച്ചിട്ടുണ്ട്. ജാക്കറ്റ്സ്, ടീഷർട്ട്സ്, പല പല ഐറ്റംസ് വണ്ടി കൊള്ളാമല്ലോ. ബോബർ, ക്യാപ്പ്, കാര്യങ്ങൾ എല്ലാം ട്രയംഫിൻ്റെ ഇവിടെ അവൈലബിൾ ആണ് വാങ്ങിക്കാൻ. അതായിരിക്കും. കയറി വന്നപ്പോൾ ഈ വണ്ടി കണ്ടായിരുന്നു, പക്ഷേ നമ്മളത് നോട്ടീസ് ചെയ്തില്ല. ഹാർട്ട് ഓഫ് സ്റ്റോൺ എന്ന് പറഞ്ഞ പുതിയ ഫിലിമിൽ നമ്മുടെ വണ്ടർ വുമൻ
ഓടിച്ച വണ്ടിയാണിത്. സോ വണ്ടി നമ്മൾ കണ്ടു, പക്ഷേ അത് എഴുതി വെച്ചൊക്കെ ഞാൻ വായിച്ചില്ലായിരുന്നു. ഇതാണ് ഇവിടെ കഫറ്റീരിയ. മിക്കുള്ള റൈഡേഴ്സൊക്കെ കുറേ പേർക്ക് ഇവിടെ വന്നിട്ട് ജസ്റ്റ് ഇവിടെ വരുന്നു, കോഫി കുടിക്കാൻ വേണ്ടി കയറി വരുന്നുണ്ട്. ഞാൻ കണ്ടായിരുന്നു. നല്ല രസമാണല്ലേ. ഇവനെ ഒന്ന് അടുത്ത് കാണാൻ ഇതുവരെ കിട്ടിയില്ല, ഇപ്പോഴാണ് ഒരു ചാൻസ് കിട്ടിയത്. സ്ട്രീറ്റബിൾ RS മോട്ടോ2 എഡിഷൻ, ഒരു രക്ഷയില്ലാത്ത പെയിൻറ്റ് ജോബ്. വണ്ടി ഇപ്പോഴാണ് ഞാൻ നേരിട്ട് കാണുന്നത്. വണ്ടി ഇറങ്ങിയതിന് ശേഷം ഇന്ത്യയിൽ നിന്ന് വന്നുകൊണ്ട് UK വന്നുകൊണ്ട് ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ലായിരുന്നു. ഇവിടെ കുറേ എൻജിൻസ് അവർ വെച്ചിട്ടുണ്ട്, നമുക്കൊന്ന് കാണാം. ഇതിനെക്കുറിച്ച് പറയാം, വെയിറ്റ്. പല പല കാറ്റഗറി എൻജിൻസാണ്. റോക്കറ്റിൻ്റെ ഒക്കെ, ടൈഗറിൻ്റെ ഒക്കെ എഞ്ചിൻ്റെ സൈസ് ഉണ്ടല്ലേ, നമ്മൾ കാണുമ്പം ഒന്നുമില്ലെന്ന് തോന്നുന്നു, പക്ഷേ അത്യാവശ്യം ഉണ്ട്. റോക്കറ്റിൻ്റെ എഞ്ചിൻ കണ്ടോ, 2008 കാറിൻ്റെയൊക്കെ എഞ്ചിൻ്റെ സൈസാണ്. ഇത് ആണ് ട്രയംഫിൻ്റെ T1 ഇലക്ട്രിക് ബൈക്ക്. ഇതുവരെ ഇറങ്ങിയിട്ടില്ല, ഒരു പ്രോട്ടോടൈപ്പാണ്. സോ ഇത് വില്യംസ് അഡ്വാൻസ്ഡ് എഞ്ചിനീയറിംഗ് ഇൻ കോർപ്പറേഷൻ ടു ട്രയംഫ് ആണ് ഇതുണ്ടാക്കുന്നത്. ഇത് വാവിക് യൂണിവേഴ്സിറ്റിയിലാണ് ഇതിൻ്റെ പ്രൊഡക്ഷനും അവരുടെ ഡെവലപ്മെൻറ്റ് സ്റ്റേജൊക്കെ നടക്കുന്നത്. ആക്ച്വലി ഇത് ഒരു ക്ലീൻ സ്റ്റേറ്റ് എന്നുള്ള രീതിയിൽ എനർജി എഫിഷ്യൻറ്റ്, അതിന് വേണ്ടിയിട്ട് UK ഗവൺമെൻറ്റും എല്ലാം കൂടെ റിലേറ്റ് ചെയ്തിട്ട് ഉണ്ടാക്കുന്നൊരു വണ്ടിയാണ്. ഇതിൻ്റെ സ്പെക്സൊക്കെ കുറച്ച് ഇപ്പോൾ ഇൻ്റർനെറ്റിൽ കുറച്ചുകൂടെ റിട്ടേൺ എക്സ്പീരിയൻസും ഒക്കെ കുറേയൊക്കെ അവർ വന്നിട്ടുണ്ട്. കുറച്ചുകൂടെ ഡെവലപ്മെൻറ്റ് സ്റ്റേജിൽ ഇതായിരുന്നു. മേ ബി ഒരു 3 yearsലൊക്കെ ഇത് പ്രൊഡക്ഷൻ വരും. അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. സോ താങ്ക് യു ഗൈസ് ഫോർ വാച്ചിങ്. സിയ.